ഇനി നിയമപരമായി പരിശോധിച്ച് മോഹൻകുമാറിനാണ് എഗ്രിമെൻ്റ് പ്രകാരം നിയമപരമായി ഇപ്പോൾ കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസ് എന്ന് പറയുന്ന കെട്ടിടം അനുവദിച്ച് കിട്ടുന്നത് എങ്കിൽ ഒരു മടിയുമില്ലാതെ ആ കെട്ടിടം കോൺഗ്രസ് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ അവർക്ക് തന്നെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് യാതൊരുവിധ പ്രയാസവുമില്ല. അവർ പ്രവർത്തിക്കുന്ന കേന്ദ്രം CPM-ൻ്റെ കേന്ദ്രമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ അത്തരത്തിലൊരു നീക്കത്തിനും തയ്യാറുമല്ല. ചില വാർത്തകൾ തെറ്റിദ്ധരിക്കപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ പ്രകോപനപരമായ ഒരു നിലപാടിൽ നിന്നുണ്ടായ ചില കാര്യങ്ങളാണ് ആ ഒരു ദിവസം അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇന്നലെ കോൺഗ്രസിൻ്റെ കുറേ പ്രവർത്തകർ അവിടെ സംഘടിച്ചു, പ്രശ്നങ്ങളുണ്ടാക്കി. ഞങ്ങളെയൊന്നും ബാധിക്കുന്ന കാര്യമല്ലായിരുന്നല്ലോ. ഞങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഇതേ കോട്ടായിയിൽ അവർ സംഘടിച്ച പ്രദേശത്ത് CPM-ന് ആയിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിക്കാൻ കരുത്തുള്ളൊരു പാർട്ടിയല്ലേ. ഞങ്ങൾ ആ വഴിക്ക് ചിന്തിച്ചിട്ട് പോലുമില്ല. ഇന്നലെ RDO-യുമായി ബന്ധപ്പെട്ട് ചർച്ചയുണ്ടായി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എന്ത് തീരുമാനം വന്നാലും നിയമപരമായ ആ തീരുമാനം അംഗീകരിക്കാൻ CPM തയ്യാറാകും. അതാ ഞാൻ വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. നിയമപരമായി കരാർ പ്രകാരം മോഹൻകുമാറിന് തന്നെ ആ കെട്ടിടം വിട്ടുകൊടുത്താൽ കോൺഗ്രസ് പ്രവർത്തിച്ച കേന്ദ്രമാണ്, ഞങ്ങൾക്കത് തരണമെന്ന് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതൃത്വം ആവശ്യപ്പെട്ടാൽ ഞങ്ങൾക്കൊരു മടിയുമില്ല, ഞങ്ങളത് വിട്ടുകൊടുക്കും. ഞങ്ങൾക്ക് ആ പ്രവർത്തന കേന്ദ്രം ആവശ്യമേ ഇല്ല. ഞങ്ങൾക്ക് ഈ ജില്ലയിൽ തന്നെ ഒരുപാട് കേന്ദ്രങ്ങൾ, ബ്രാഞ്ച് വരെ ഓഫീസുകളുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് അതിനോടൊന്നും ഞങ്ങൾക്ക് യാതൊരുവിധ താല്പര്യമില്ല. അതായത് കോൺഗ്രസ് ഉണ്ടാക്കിയ പ്രകോപനം, കാരണം കോട്ടായി ഇവരുടെ പാർട്ടി ഓഫീസ് സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്ന കേന്ദ്രത്തിലേക്ക് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ സാധാരണ ആ പ്രദേശത്ത് കൂടി പോകാറുണ്ടല്ലോ. ഇവിടെ മോഹൻകുമാറിൻ്റെ നേതൃത്വത്തിൽ കുറേ പ്രവർത്തകരും ഞങ്ങളുടെ നിലവിലുണ്ടായിരുന്ന പ്രവർത്തകരും അവിടെ ആ പ്രദേശത്ത് പോയപ്പോൾ സാധാരണഗതിയിൽ ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു കരാർ, ആ കരാർ പ്രകാരം അയാളുടെ കുറേ റെക്കോർഡ്സ് അവിടെ ഉണ്ട്. അതെടുക്കുന്നതിന് വേണ്ടി പോകുമ്പോൾ ഇവരുടെ ധാരണ ഈ ആഫീസ് കയറി പിടിക്കാനാണ് എന്നാണ്. അത് ഒരു മുൻവിധിയോടുകൂടി കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഞങ്ങളുടെ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു കാര്യത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. കയ്യേറ്റത്തിൻ്റെ ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിക്ക് നേരെ വളരെ മോശമായിട്ടാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ചെയ്തത്. അപ്പം അതുകൊണ്ട് ഉണ്ടായ ഒരു പ്രകോപനം, ആ പ്രകോപനത്തിൽ തുടർന്നുള്ള ഒരു കൂടിച്ചേരലായിരുന്നു അന്ന് വൈകിട്ടുണ്ടായത്. ആ കൂടിച്ചേരലിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് പാർട്ടി ഓഫീസിനകത്തേക്ക് ഞങ്ങളുടെ പ്രവർത്തകർ കയറിയിരുന്നത്. പോലീസിൻ്റെ കസ്റ്റഡിയിലാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല, പോലീസിൻ്റെ കസ്റ്റഡിയിലായിരുന്നോ എന്നൊന്നും അറിയില്ല. 11 മണിക്കോ 12 മണിക്കോ ഉണ്ടായ ചില അവിടെ ഉണ്ടായിട്ടുള്ള ചില കശപിശ ഉണ്ടായി. അതിനെ തുടർന്നുണ്ടായ ഒരു പ്രശ്നം വൈകിട്ട് അവിടെ കേന്ദ്രീകരിക്കുന്നൊരവസ്ഥയുണ്ടായി. അല്ലാതെ ഞങ്ങൾ ആ പാർട്ടി ഓഫീസ് പിടിച്ചെടുക്കാനും പാർട്ടിയുടെ ഭാഗമാക്കാനൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് അതിനോടൊരു താല്പര്യമില്ല. കൊടിമരം മുറിച്ചിട്ടില്ലല്ലോ, കൊടിമരം മുറിച്ചിട്ടില്ല. കൊടിയും കൊടിമരവും അവിടെ തന്നെ ഉണ്ട്. കൊടിമരത്തിനോ കൊടിക്കോ ഒരു കോട്ടവും തട്ടിയിട്ടില്ല. നിങ്ങൾ പറയുന്നത് ആർച്ചായിരിക്കും. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ കായികമായി ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു കാര്യത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതികരണം ഉണ്ടല്ലോ. അത് ഇതിനു മുമ്പ് ഈ നാട്ടിൽ ഞങ്ങൾക്കെതിരെ ഉണ്ടായിട്ടില്ലേ? ഞങ്ങളുടെ എത്ര ബോർഡുകളും കെട്ടിടങ്ങളും തകർത്തിട്ടുണ്ട് രാഷ്ട്രീയ എതിരാളികൾ. അതിൻ്റെ ഭാഗമായി ചില പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ചില ചെറിയ വീഴ്ചകേടുകൾ ഉണ്ടാവാം. ഞങ്ങൾക്ക് എന്തിനാ ആ കാര്യം തുറന്നു പറയുന്നതിന് ഒരു ഭയം അല്ലെങ്കിൽ അതിലൊരു ആശങ്ക? അങ്ങനെ ഉണ്ടായ ഒരു സംഭവത്തെ നിങ്ങൾ വല്ലാതെ പർവ്വതീകരിച്ച് കാണിക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, മിനിഞ്ഞാന്നുണ്ടായ സംഭവമാണല്ലോ നിങ്ങൾ ഈ പറയുന്നത്. ഇന്നലെ അവിടെ നൂറുകണക്കിന് കോൺഗ്രസ്സുകാർ തടിച്ചുകൂടിയില്ലേ? അവിടെ എല്ലാ മാധ്യമങ്ങളും ഉണ്ടായിരുന്നല്ലോ.
ഞങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തകർ ആ വഴിക്ക് വന്നോ? ഞങ്ങളുടെ അറിവോടുകൂടി CPM അവിടെ തടിച്ചുകൂടിയ കോൺഗ്രസ്സുകാരെ അത് അനുവദിക്കില്ല എന്ന് കോട്ടായി പോലുള്ള ഒരു പഞ്ചായത്തിൽ ഞങ്ങൾ തീരുമാനിച്ചാൽ ഞങ്ങളുടെയും നൂറുകണക്കിന് ആളുകൾ പ്രവർത്തകർ അവിടെ തടിച്ചുകൂടില്ലേ? വലിയ സംഘർഷത്തിലേക്ക് നീങ്ങില്ലേ? അങ്ങനെ സംഘർഷത്തിലേക്ക് നീങ്ങിയാൽ ഞങ്ങൾ അങ്ങോട്ട് പേടിച്ചോടുന്ന പാർട്ടിയാണോ? അതെപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ?